ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നതായിരുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം രാവിലത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ സമയം ഇപ്പം വെളുപ്പിന് 5 മണിയായിട്ടുണ്ട്. മിലന് രാവിലെ 6:15 പോകണം. അവന് ഡ്രൈവിങ് കഴിഞ്ഞാണ് അവന് കോളേജിലോട്ട് പോകുന്നത്. അവിടെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടവരിറക്കും. അപ്പം ഇന്നത്തെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പവും ഗ്രീൻ പീസ് കറിയാണ്. അപ്പം മിലൻ രാവിലെ പോകുന്നത് കൊണ്ട് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് തന്നെയാണ് ഉച്ചയ്ക്കത്തെ ലഞ്ചിന് വേണ്ടിയും കൊണ്ടുപോകുന്നത്. അപ്പോൾ അക്കു ഇപ്പം കുറേ നാളായി ദിവസം ഒരു 1.5-2 മാസമായിട്ട് രാവിലത്തെ ട്യൂഷനൊന്നും പോകുന്നില്ല. കാരണം അവന് രാവിലെ എണീറ്റ് വെളുപ്പിന് എണീക്കണം. അപ്പോൾ അവൻ്റെ കഴിപ്പും കാര്യങ്ങളും ഒന്നും ശരിയാകാത്തതുകൊണ്ട് അവന് ഭയങ്കര ക്ഷീണവും തലകറക്കവും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവനെ ഇപ്പം രാവിലത്തെ ട്യൂഷന് വിടുന്നില്ല. അപ്പോൾ അവനെ 8-8:30-9 മണിയാകുമ്പോൾ കൊണ്ടുവിട്ടാൽ മതി. അപ്പോൾ അവനും അപ്പോൾ വൈകിട്ട് പറഞ്ഞായിരുന്നു എനിക്ക് ഇത് തന്നെ മതി കൊണ്ടുപോകാനെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് കറികളൊന്നും ചോറ് കൊടുത്തു വിടാനായിട്ട് ചോറെല്ലാം വേവിച്ചത് ഇരിപ്പുണ്ട്. അപ്പോൾ മിലൻ എണ്ണീറ്റ് വന്നപ്പോഴത്തേക്കിന് അവന് കഴിച്ചുകൊണ്ട് പോകാനും അതുപോലെ ചായ എല്ലാം റെഡിയായിരുന്നു. അപ്പം നേരെ ഇങ്ങനെ ഒന്ന് വെളുത്ത് വരുന്നതേ ഉള്ളൂ. മിലൻ കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് കഴിച്ച് അപ്പോഴത്തേക്കിന് അവിടുന്ന് റോഡിൽ നമ്മുടെ വണ്ടി വരും, ഡ്രൈവിംഗ് സ്കൂളുണ്ട്. അപ്പോൾ അവർ വിളിച്ച് അന്നേരം അവനെ പോയി 6:15 ഇവിടുന്ന് പോകും. അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ അക്കു എണ്ണിട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് പരുമലപ്പള്ളിയിൽ നിന്നാണ് മാർത്തോമൻ്റെ പൈതൃക ദീപശിഖ ഇവിടെ നിന്നാണ് പുറപ്പെടുന്നത്. അപ്പം ഞാൻ കുഞ്ഞേ ഡു ടസു ബേബി ടസു അക്കുവേ കുഞ്ഞേ ഡാ ബസ് പോവേ എനിക്ക് ചോറ് കൊടുത്തു വിടാവുന്നതുകൊണ്ട് ഞാൻ തലേന്ന് ചോറും അതുപോലെ മോരും എല്ലാം കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ടാണ് പിന്നെ വേറെ ബാക്കിയൊന്നും റെഡിയാക്കിയില്ല. അപ്പം പിന്നെ ഇനി വൈകിട്ട് വരുമ്പോഴത്തേക്കിന് വരുന്നുണ്ടെ തന്നെ ചോറാണ് കഴിക്കാൻ കൊടുക്കുന്നത്. അപ്പോൾ അവൻ ഉണർന്ന് കഴിഞ്ഞ് ബ്രഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് അവൻ എന്തെങ്കിലും ചായ എൻ്റെ കൂടെ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ കാരി ബിസ്ക്കറ്റും ചായയും കൂടെ കൊടുത്തു. അത് കഴിഞ്ഞ് അവൻ കുളിച്ചെല്ലാം വന്നപ്പോഴത്തേക്കിന് എൻ്റെ അടുക്കളയിലെ പരിപാടികൾ എല്ലാം കഴിഞ്ഞായിരുന്നു. പിന്നെ അവന് ടിഫിനും എടുത്ത് കഴിക്കാനും എല്ലാം വെച്ച ശേഷം അവനപ്പം അപ്പോഴത്തേക്കിന് ബസ് എല്ലാം ചെയ്ത് വന്നപ്പോഴത്തേക്കിന് ലേറ്റായി ബസ് പോയി. അപ്പം പിന്നെ കൊണ്ടുവിടാനായിട്ട് ഞാൻ ഒരുങ്ങിയപ്പോഴത്തേക്കിന് അവൻ കഴിപ്പെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ പരുമല പള്ളിയുടെ അടുത്ത് ചെന്നപ്പോഴത്തേക്കിന് അവിടെ പ്രാർത്ഥന നടക്കുന്നേ ഉള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ കയറി. അപ്പോൾ അക്കു അതിൻ്റെ പള്ളിക്കകത്തോട്ട് വന്നില്ല. അവനോട് ഇന്ന് ഞാനവിടെ കയറി എല്ലാം ഞങ്ങൾ രാത്രിയിലും പോയായിരുന്നു. രാത്രിയിലായിരുന്നു നമുക്ക് അവിടെ എത്തിയത്. അന്നേരം രാത്രി പോയി കണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ വരുന്നില്ലെന്ന് പറഞ്ഞ് പിന്നെ ഞാനവിടെ പോയി. അന്നേരം എല്ലാം കഴിഞ്ഞ് അവർ കണക്കുപള്ളിയിലോട്ട് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു. അങ്ങനെ ഞാൻ അക്കുവിനെ അവിടെ കൊണ്ടുവിട്ട് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നവരിന് മീനും മേടിച്ചുകൊണ്ടാണ് വൈകിട്ട് വരുമ്പോഴത്തേക്കിന് മീൻ വറുത്ത് വെക്കാവുന്നതുകൊണ്ട് മീനും മേടിച്ചുകൊണ്ടാണ് വന്നത്. അപ്പോൾ ഇതെല്ലാം വെട്ടി എല്ലാം വൃത്തിയാക്കി. അപ്പം രാവിലത്തെ പരിപാടികൾ ഏറെക്കുറവ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.